നമസ്കാരം. സ്ത്രീ പീഡനമോ സ്ത്രീകൾക്കെതിരായ എന്ത് അതിക്രമവും നടത്തിയതിനു ശേഷം കോൺഗ്രസ്സുകാരും സംഘപരിവാറുകാരും നിരന്തരം എടുത്ത് പ്രയോഗിക്കുന്ന ഒരു ഡയലോഗുണ്ട്. സന്ദേശ സിനിമയിൽ തറവാട്ടിപ്പറന്ന ശ്രീനിവാസനും സത്യനന്ദിക്കാടും ചേർന്ന് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത ആ സിനിമാ ഡയലോഗ്. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാക്കിച്ചൊതുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. എന്ത് തെമ്മാടുത്തനോ എന്ത് തോന്നിയാസോ കാണിക്കാം. കാണിച്ചതിന് ശേഷം കൈയോടെ പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കെടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാലവും സുരക്ഷിത കവചമാക്കി എടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു വാചകം അതായിരുന്നു ഇത്. ഇനി ഈ സൂപ്പർ ഹിറ്റ് ഡയലോഗ് കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് തെളിവ് പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ട് ഈ തെമ്മാടിത്തരം അത്രയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഡയലോഗാണ്. ഇനി ഇത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കണ്ടേ. കഴിഞ്ഞ ദിവസം ഡോക്ടർ സരിൻ, അറിയാലോ, കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്ന വ്യക്തിയാണ്. പാലക്കാട് പ്രധാനപ്പെട്ട ഒരു മുഖം കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകാല ചെയ്തികൾ അറിയാവുന്ന വ്യക്തിയും കൂടിയാണ്. ആ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ശക്തമായിട്ട് പ്രതികരിച്ചു. ആ കപടനെ തുറന്നു കാട്ടി ന്യായീകരിക്കുന്ന ഇടങ്ങളെയെല്ലാം പൊളിച്ചടുക്കി. ഉടനടി ഇവർ ചെയ്തൊരു പ്രവർത്തനമുണ്ട്. ദൃശ്യം നോക്കിയേ. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ഞരമ്പനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ ഈ കണ്ട വെളിപ്പെടുത്തലിനെല്ലാം അവസരം ഉണ്ടാക്കി കൊടുത്ത പ്രതികരണം പുറത്തേക്ക് വിട്ട റിനിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം, അതും കൃത്രിമമായി ചമച്ചെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. കാര്യം ആ പ്രതികരണത്തിന് പിന്നിൽ കുറച്ചുപേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കട്ടെ, അത് സരിനാണെന്ന് വിചാരിക്കട്ടെ. നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ സിനിമ ഡയലോഗ് ഇനി ഒന്ന് ആലോചിച്ച്, തങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നവരെ എളുപ്പത്തിൽ പെടുത്താൻ കഴിയുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, ഏതെങ്കിലും പെണ്ണുകേസിൽ പെടുത്തുക എന്നുള്ളത്, അത് ആരാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ഈ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് തൊഴിലാക്കി മാറ്റിയവരെ ന്യായീകരിക്കാൻ വേണ്ടി ഇന്നലകളിൽ ഇതേ മനോഭാവമുള്ള രണ്ട് ചലച്ചിത്ര പ്രവർത്തകർ, ആ സവർണ മാടമ്പികളായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകർ തൊഴിലാളി പാർട്ടിയെ അവഗണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇകഴ്ത്താൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ആ തെമ്മാടുത്ത ഡയലോഗ് യാഥാർത്ഥ്യമാകുന്നത് എവിടെയാണെന്ന് നിങ്ങൾ കാണും. ഇപ്പോ ആരാണ് ഈ ആരോപണം ഉയർത്തുന്നവർക്കെതിരെ പെണ്ണുകേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇവരാണ് ഈ നാട്ടിൽ വന്ന് മറ്റൊരിടത്ത് അവർ മാന്യന്മാരും അവരെ അവഹേളിക്കാൻ വേണ്ടി സ്ത്രീ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഏതെങ്കിലും ഇടതുപക്ഷക്കാരാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ വിഷയം ഉണ്ടാക്കിയത്? ജന്മനാ ഞരമ്പ് വൈകല്യമുള്ളവൻ നാട്ടിൽ കിടക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും വിത്തുകാളെ പോലെ വിവാഹം കഴിക്കാൻ നടന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്, അത് പുറത്തേക്ക് പറയുന്നത് കൊള്ളാവുന്നുള്ള കുടുംബത്തിലുള്ള ഒരുത്തനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ? ഗർഭചിത്രത്തിന്റെ ഓഡിയോ നിങ്ങൾ കേട്ടില്ലേ? ആരെങ്കിലും ആ സന്ദേശ സിനിമയുടെ മാതൃകയിൽ സൃഷ്ടിച്ചതാണോ? അതിന് ആർക്കും ഉത്തരമില്ല. പക്ഷെ രക്ഷപ്പെടാൻ ഇതുപോലുള്ള ഡയലോഗുകൾ നമ്മൾ ആയുധമാക്കും. ഇത് കണ്ടിട്ട് സരിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള, അതും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഡോക്ടർ കൂടിയായിട്ടുള്ള സൗമ്യ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ വ്യാജ പ്രചരണം കണ്ടാൽ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് എന്ന് കരുതുന്നിടത്തും നേരത്തെ കാഫിർ സ്ക്രീൻഷോട്ടുകളെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ AKG സെന്ററിന് ബോംബെറിഞ്ഞിട്ട് കിട്ടിയോ എന്ന് ചോദിക്കുന്നത് പോലെ ഇതും അങ്ങ് ഇറക്കി വിട്ടതിന് ശേഷം നാട്ടുകാർ മുഴുവൻ സരിനെ സംശയിച്ചോളും എന്ന് കരുതുന്നിടത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഈ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണം. ഈ ഫോട്ടോ എന്റെ പോസ്റ്റുകൾക്ക് താഴെ തലങ്ങും വിലങ്ങും പോസ്റ്റുന്നവരോടാണ് കേട്ടോ. അയ്യേ എന്തുവാടെ, എന്നാ പണി വെച്ചിരിക്കെ. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു തലവെട്ടി ഒട്ടിക്കൽ പിക്ക് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഇതൊന്നും വൃത്തിക്കും മെനയ്ക്കും ചെയ്യാൻ കഴിവുള്ള ആരും അവിടെ ഇല്ലേ? 1996 ഞാൻ കണ്ട ഇന്ദ്രപ്രസ്ഥം സിനിമയിൽ പോലും ഇതിലും അടിപൊളിയായി ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യമായി ടീമിലേക്ക് പണി അറിയാവുന്ന കുറച്ചു പേരെ റിക്രൂട്ട് ചെയ്യണം പെട്ടെന്ന് തന്നെ. പണി കൂടാൻ പോവുകയല്ലേ, അപ്പോ പ്രൊഫഷണൽ ക്വാളിറ്റി കളയാതെ നോക്കണം എന്ന് ഒരു അഭ്യുദയകാംക്ഷി ആ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പുറത്തു വരുമ്പോഴും നാട്ടുകാർ നിങ്ങളെ കൈയോടെ പിടിക്കുമ്പോഴും ആ സത്യനന്ദിക്കാടിന്റെ സന്ദേശ സിനിമയിലെ വാചകവുമായിട്ട് വീണ്ടും പുറത്തേക്ക് വരണം, അയ്യോ ഞങ്ങളെയാണ് ഇങ്ങനെ പെടുത്തുന്നതെന്ന്. ഏറ്റവും വലിയ ഞരമ്പ് വേലത്തനവും സ്ത്രീകളടുത്ത് മോശമായി പെരുമാറുന്നവരുടെ കൂട്ടമായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കൂട്ടമായിട്ടുള്ളവർ ഇങ്ങനെ ഒരു വാചകം ഉണ്ടാക്കി കൊടുത്ത് അവരെ സംരക്ഷിച്ച സത്യനന്ദിക്കാടിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയം കുടുംബത്തിൽ പിറന്ന തറവാട്ടിൽ പിറന്നവർക്കുള്ളതാണ്. അവർ മാന്യന്മാരാണ്, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ്. അവർ ഇവരെ സ്ത്രീ പീഡന ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് സരിന്റെ പേരിൽ ഇങ്ങനെ ഒരു വ്യാജ സ്ത്രീ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാവുക? ആരാണപ്പോ ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കുക? അതിനുള്ള ഉത്തരമാണ് സൗമ്യ സരിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും ഈ വാചകങ്ങളുമായി
ഇതുവഴിയെ കാലിയെ മേയ്ക്കാൻ വരില്ലേ എന്ന് മാത്രമേ അത്തരക്കാരോട് ചോദിക്കാനുള്ളൂ.